നമസ്കാരം. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ലോകക്രമത്തിലും ലോകരാഷ്ട്രീയത്തിലും വലിയ വ്യതിയാനങ്ങളാണ് ഉണ്ടായത്. ആദ്യത്തെ 2 വൻശക്തികളായ യുഎസും റഷ്യയും യുദ്ധത്തിലകപ്പെട്ടു. എന്നാൽ ഇന്ത്യ യുദ്ധത്തിൽ വീഴാതെ വളരെ സൂക്ഷിച്ചു നീങ്ങി. അയൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് രാജ്യത്തു നിന്നും വലിയ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ യുദ്ധക്കെണിയിൽ വീണില്ല. റഷ്യൻ ചേരിയും US ചേരിയും ഏതാണ്ട് തകർന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ US പിന്നാലെ വാലാട്ടി നടക്കുന്ന പരിപാടി ഏതാണ്ട് നിർത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്ര പരിശ്രമിച്ചിട്ടും US ലോക പോലീസ് എന്ന റോളും ലോക അമ്മാവൻ എന്ന റോളും നിലനിർത്താൻ കഴിഞ്ഞില്ല. അവ രണ്ടും ഏതാണ്ട് തകർന്ന മട്ടാണ്. Hello, I'm the boss. How are you? പല വേദിയിലും US പ്രസിഡന്റ് നിസ്സാരവൽക്കരിക്കപ്പെട്ടു. ചിലയിടങ്ങളിൽ കസേര തള്ളിയും വലിച്ചും അസ്വസ്ഥത പ്രകടിപ്പിച്ചു. മറുവശത്ത് എല്ലായിടത്തും മോദി താരമായി, ശ്രദ്ധാകേന്ദ്രമായി. അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടത്തോടെ ആദരവോടെ സ്വീകരിക്കുന്നു. സിനിമാ താരങ്ങളെ വെല്ലുന്ന താരമൂല്യമാണ് അദ്ദേഹം നേടിയെടുത്തത്. ഇന്ത്യൻ ജിഹാദികൾ പാടാൻ വിസമ്മതിക്കുന്ന വന്ദേമാതരം അദ്ദേഹം മിക്ക രാജ്യങ്ങളെ കൊണ്ടും പാടിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെപ്പോലുള്ള കോമഡി പീസുകളുമായുള്ള അടുപ്പം ട്രംപിനെ കൂടുതൽ അപ്രസക്തനാക്കി. I would like to nominate this great president for Nobel Peace Prize because I genuinely feel that he is the most. ലോകവേദികളിൽ മോദി കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനും ആദരിക്കപ്പെടാനുമുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യമാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭാരതീയമായ വിനയമാർന്ന പെരുമാറ്റം. ഡോളർ ഇതര വിനിമയം വർദ്ധിക്കുന്നതോടെ US സാമ്പത്തിക മേധാവിത്വവും ശിഥിലമാകും. UN ഏതാണ്ട് അപ്രസക്തമായി. മുസ്ലിം അഭയാർത്ഥികളെ അമുസ്ലിം രാജ്യങ്ങളിലേക്ക് കടത്തിവിടുന്ന പണി മാത്രമാണ് വർഷങ്ങളായി UN ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് നടക്കുന്ന ഒരു സംഘർഷവും തടയാൻ UN കഴിയുന്നില്ല. ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് 2 രാജ്യങ്ങളെയും ഒതുക്കാൻ ഉള്ള ശ്രമം US തുടർന്നേക്കാം. US തന്നെ അപ്രസക്തമാവുകയാകും ഫലം. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ലോകരാജ്യങ്ങളിൽ ഏറ്റവും നഷ്ടമുണ്ടായത് റഷ്യയ്ക്കാണ്. ഏറ്റവും നേട്ടമുണ്ടായത് ഭാരതത്തിന്.